അങ്ങനെ ലാലേട്ടൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വന്ന പാടെ ലാലേട്ടൻ നെവിനെ പിടിച്ചിരിക്കുകയാണ്. നെവിൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. നെവിൻ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങ് പോരേന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ. എന്നിട്ട് പറഞ്ഞിട്ട് ലാലേട്ടൻ ആദ്യം പിടിക്കുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളുടെ ബെഡിൽ വെള്ളം കൊഴിയിരിക്കുന്ന ഇഷ്യൂ ആണ് പറഞ്ഞത്. അത് നല്ല സീരിയസ് ആയിട്ട് ലാലേട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ ആ വിട്ട് വീഡിയോ ക്ലിപ്പിംഗ്സ് ഉൾപ്പെടെ എല്ലാവരും ഹൗസ് മേറ്റ്സിനെ കാണിക്കുന്നുണ്ട്. എന്തിനാണ് ഒഴിച്ചതെന്ന് ചോദിച്ചിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് വന്ന കേസാണ് നമ്മുടെ ഷാനവാസിൻ്റെ ഇഷ്യൂ. ഷാനവാസിൻ്റെ ദേഹത്ത് ചെയ്ത കാര്യങ്ങളും അതും വീഡിയോ ക്ലിപ്പിംഗ്സ് ഉൾപ്പെടെ കാണിച്ചിട്ട് എല്ലാവരും കാണിക്കുന്നുണ്ട്. ആരും ചിരിച്ച കാര്യം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞ് മോഹൻലാൽ കുറേ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നെവിനൊരു പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തായില്ലെങ്കിൽ നെവിന് സ്ട്രിക്റ്റ് ആയിട്ടൊരു പണിഷ്മെൻറ്റ് തരുന്നുണ്ടെന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ എവിക്ഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നാളെ ആയിരിക്കും നെവിന് പണിഷ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലായിരിക്കും മിക്കവാറും എവിക്ഷൻ നടക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണ് ആര്യൻ ഔട്ടാവുന്നത്. നെവിൻ സേവ്ഡ് ആണ്. അപ്പോൾ നെവിൻ സേവ്ഡ് ആയതുകൊണ്ട് നെവിൻ്റെ പണിഷ്മെൻറ്റ് നാളെ നമുക്ക് അറിയാൻ പറ്റും എന്താ അപ്ഡേറ്റ് എന്ന്. ഷാനവാസ് ഇതുവരെ കയറിയിട്ടില്ല. വീട്ടിലെ ഹൗസിൻ്റെ അകത്ത് ഇതുവരെ ഷാനവാസ് കയറിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കയറും, ചിലപ്പോൾ നാളത്തെ എപ്പിസോഡ് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും കയറുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.